സാധാരണക്കാർ പറയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസൻ ഫാക്ടറിയിൽ നിന്ന് ഒരു പടം കൂടെ. എനിക്ക് ഒരുപാട് സന്തോഷം. എല്ലാവരും ഭയങ്കര ക്ലാപ്പൊക്കെ ഉണ്ടായിരുന്നു പല പല മൊമെന്റിൽ തിയേറ്ററിൽ. ഇതിൽ തന്നെ അതായത് പിന്നെ കലാഭവൻ ഷാജോർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എടുത്തു പറയേണ്ടത്. നമ്മുടെ അനൂപ് മേനോൻ്റെ ഒക്കെ ഒരു പരാജയ ചിത്രം ഉണ്ടായിരുന്നു ബാങ്കിങ് അമോസൺ സിനിമ. അപ്പോൾ അതിനെയൊക്കെ കടത്തിവിട്ട തരത്തിലാണ് പാർട്ട്നേഴ്സ് ഒരുക്കി. പടമാണ്, ഞാനും സിനിമയുടെ ഭാഗമാണ്. സഞ്ജു ശിവറാം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്, അഴകി. അപ്പോൾ മാസ്റ്റർ പീസിനും ഇരയ്ക്കും ശേഷം ഇതെൻ്റെ മലയാളത്തിലെ മൂന്നാമത്തെ ചിത്രമാണ്. സോ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ധ്യാനാണ് ലീഡ്, പക്ഷേ ഇതൊരു പ്രത്യേക രീതിയിലൊരു പുതിയൊരു പാറ്റേണിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. സോ എല്ലാവരും വരണം, ചിത്രം വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. സാധാരണക്കാർ പറയുന്ന പോലെ ധ്യാൻ ശ്രീനിവാസൻ ഫാക്ടറിയിൽ നിന്ന് ഒരു പടം കൂടെ പാർട്ട്നേഴ്സ്. പക്ഷേ ഇതിനുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സിനിമ കാണാൻ വരുമ്പോൾ. പക്ഷെ സിനിമയുടെ അവസാനം ഒരു കൈയടി വന്നു ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന്. അത് ആൾക്കാരെ സിനിമ എൻഗേജ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ്. നമ്മൾ ഈ സിനിമ വളരെ ചെറിയ നിലയിൽ ഷൂട്ട് ചെയ്ത വളരെ ചെറിയ സിനിമയായിട്ടാണ് നമ്മളൊക്കെ കൺസീവ് ചെയ്തിരുന്നത്. പക്ഷേ അതൊന്നും സ്ക്രീനിൽ കാണാൻ നമുക്ക് പറ്റിയില്ല. ഒരു പെർഫെക്റ്റ് വലിയ സിനിമയുടെ അതേ രീതി തന്നെ നമുക്ക് ഫീൽ ചെയ്തു. കഥ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും അതിലെ അവസാനത്തെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ലാസ്റ്റിൽ കിട്ടിയ കൈയടി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ സിനിമ പ്രേക്ഷകർ തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കണം. ചെറിയ സിനിമകൾ വിജയിക്കുന്നതും ഇൻഡസ്ട്രിക്ക് വളരെ ആവശ്യമാണ്. കൂടുതൽ പുതിയ സംവിധായകരെയും പുതിയ തിരക്കഥാകൃത്തുക്കളെയും പുതിയ നടീനടന്മാരെയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെയുള്ള സിനിമകൾ വിജയിക്കുന്നത്. ഇതുപോലെയുള്ള സിനിമകൾ വിജയിക്കേണ്ടത് ഒരു വളരെ ആവശ്യമാണ്. പാർട്ട്നേഴ്സ് ഒരിക്കലും പ്രേക്ഷകനെ നിരാശപ്പെടുത്തില്ല. പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ചിത്രം തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഒരു ചിത്രം. ധ്യാൻ ശ്രീനിവാസൻ, അതേപോലെ തന്നെ നമ്മുടെ റോണി വർഗീസ്, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ, അതായത് പിന്നെ കലാപൻ അവർക്ക് സപ്പോർട്ടായിട്ട് കൂടെയുള്ള എല്ലാ പാർട്ട്നേഴ്സും, പ്രശാന്ത്, അതങ്ങനെ ഒരുപാട് അവരൊക്കെ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് സംവിധായകൻ പുതുമുഖമാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് രീതി, നമ്മൾ ഇത് എവിടെയും നടക്കാവുന്ന ഒരു സംഭവം ഇത്രയും ഒരു സിനിമ എന്ന ഒരു ഗണത്തിൽ മാധ്യമത്തിലേക്ക് മാറിയപ്പോൾ തീർച്ചയായിട്ടും ബോറടിപ്പിക്കാതെ പ്രേക്ഷകരെ കൊണ്ടുപോയി എന്ന് തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകി. തീർച്ചയായിട്ടും വിജയപാതയിലേക്ക് ഈ ഒരു ചിത്രം എത്തും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. പാർട്ട്നേഴ്സ് കണ്ടു. വ്യത്യസ്തമായിട്ടുള്ള കഥാതന്ത്രമാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കുറേ നാളായിട്ട് ക്രൈം മിസ്റ്ററി ഡ്രാമയൊക്കെ കാണിക്കുന്നത് ഒരു വ്യത്യസ്ത സിനിമ അനുഭവമാണ്. കാരണം പണ്ട് നമ്മുടെ അനൂപ് മേനോൻ്റെ ഒക്കെ ഒരു പരാജയ ചിത്രം ഉണ്ടായിരുന്നു ബാങ്കിങ് അമോസൺ സിനിമ. അപ്പോൾ അതിനെയൊക്കെ കടത്തിവിട്ട തരത്തിലാണ് പാർട്ട്നേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. നവീൻ എന്ന ഡയറക്ടറുടെ ഒരു നല്ലൊരു കലാസൃഷ്ടി തന്നെയാണ്. പിന്നെ ഷാജോൻ ചേട്ടനൊക്കെ മനോഹരമായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. സാഹസികമായിട്ട് അഭിനയിച്ചു. പിന്നെ പുതുമായിട്ട് ബട്ട് എന്ന് പറഞ്ഞൊരു കഥാപാത്രം വരുന്നുണ്ട്, അതൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ട്. പിന്നെ ധ്യാൻ ചേട്ടൻ്റെ ഒരു കഥാപാത്രം വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തട്ടിപ്പാണ് കാണിക്കുന്നത്. ബാങ്കിൻ്റെ തട്ടിപ്പും അതിൻ്റെ അതിജീവനവും അതിൻ്റെ നാട്ടുകാർക്കുള്ള ദോഷങ്ങളും പിന്നീട് ആ ദോഷം മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊരു ഫുൾ ടൈം പാർട്ട് 1 തന്നെ പടം തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2ൻ്റെ ആവശ്യമില്ല. നല്ലൊരു സിനിമ. നമസ്കാരം. എൻ്റെ സിനിമ ഞാൻ നിർമ്മിച്ച് ധ്യാൻ ശ്രീനിവാസൻ നായകനാണ് സിനിമ ഇപ്പോൾ റിലീസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പ്രേക്ഷകരുടെയും ഒരുപാട് നല്ല അഭിനന്ദനങ്ങളും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലൊരു റോള് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പുറത്തിറങ്ങി വരുന്ന ആൾക്കാരെല്ലാം വളരെ വളരെ നല്ല അഭിപ്രായം പറയുകയും ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഷാൻചേട്ടൻ, അല്ലെങ്കിൽ പ്രശാന്ത്, എല്ലാവരും സഞ്ജു ശിവറാം, എല്ലാവരും വളരെ നന്നായി ഭംഗിയായി ചെയ്തു. അതുകൊണ്ട് തന്നെ പടം വളരെ എൻഗേജിംഗ് ആയി പോകുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും ഒരു അഭിപ്രായമായിരുന്നു. അത് കേട്ടതിൽ ഒത്തിരിയേറെ സന്തോഷം.